എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ, ഇഷ്ടം പോലെ വില കൂടിയ ഗപ്പികളെ വാങ്ങിച്ചു. അയ്യോ, ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്, അതുകൊണ്ടാണ് ഇത്രയും വാങ്ങിച്ചത്. എല്ലാവർക്കും അറിയാമല്ലോ എന്തുമായിരിക്കും. അർജൻറ്റീന ഇന്ന് ജയിക്കുവാണെങ്കിൽ എൻ്റെ ടാങ്ക് എണ്ണാൻ പറ്റാത്ത അത്രയും മീനുകളെ ഞാൻ വാങ്ങിക്കാൻ പോവാണ്. ജയിച്ചാൽ അഥവാ തോറ്റു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ നോർമലായിട്ട് വാങ്ങിക്കുന്ന പോലെ കുറച്ച് കുറച്ച് ബ്രീഡുകളെ വാങ്ങിക്കത്തുള്ളൂ. ജയിക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ ബ്രീഡുകളെ വാങ്ങിക്കും. അയ്യോ, ഇപ്പം ഞാൻ കൊണ്ടിടുന്നത് ആദ്യം ഇടുന്നത് ബിഗ് ഇയർ ബലൂൺ മോളി. അയ്യോ, പുതിയ വെറൈറ്റി. അയ്യോ, സൗണ്ട് അതിൻ്റെ ഇയർ കണ്ടോ. അയ്യോ, പുതിയ സാധനം. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സാധനമില്ല അതിന്. അയ്യോ, അതൊരു കൂട്ടമായിട്ട് വാങ്ങിക്കണം, എന്നാലേ അത് നല്ല രസമുള്ളൂ. ഇതിപ്പോൾ ഒരു പേരെ ഞാൻ വാങ്ങിച്ചുള്ളൂ. ആ ബിഗ് ഇയർ ബലൂൺ മോളി അവസാനം ഇട്ടത് ഫീമെയിലും ആദ്യം ഇട്ടത് മെയിലുമായിരുന്നു. അത് നല്ല ക്വാളിറ്റിയാണ്. വലുതാകുമ്പോൾ അതുപോലെ ഒരു ഗോൾഡനും ഒരു വൈറ്റ് കളറും കൂടെ മിക്സായിട്ട് വരുന്ന ഒരു കളറാണ്. ഇതാണ് പുതിയതായിട്ട് വാങ്ങിച്ച. ഇതിൻ്റെ പേരാണ് ഗ്രീൻ ഗാലക്സി ക്രൗൺ ടെയിൽ. അയ്യോ, അടിപൊളി സാധനമാണ്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണങ്ങ് വല്ലാതായി പോകും. പിന്നെ കളറ് കാരണം ഭയങ്കര തിളക്കമാണ്, ഗിൽറ്റ് പോലെ. അയ്യോ, എന്നിട്ട് ടെയിൽ ഇങ്ങനെ മൊത്തം കട്ടായി വരുന്ന പോലെ ക്രൗൺ ടെയിൽ ടൈപ്പാണ്. അത് ഡോർസലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇട്ട് നോക്കി, അതും പിൻറ്റെയിൽ പ്ലാറ്റിയുടെ ടാങ്കിലോട്ട്. ചിലപ്പോൾ വാലൊക്കെ കൊത്തിപ്പറിക്കാൻ ചാൻസ് ഉണ്ട്. കൊത്തിപ്പറിച്ചാലും അറിയാൻ വഴിയില്ല. ഇതാണ് അതിൻ്റെ ഫീമെയിൽ. അയ്യോ, എല്ലാം കൂടെ ഒരുമിച്ചിട്ടപ്പോൾ ഏതാ ഫീമെയിലെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. പിന്നെ ഒരു വിധത്തിൽ കണ്ടുപിടിച്ച് അതിനെ വിട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് ഷോട്ടയിലും എല്ലാം കൂടെ വന്ന് നോക്കുമോ. ചിലപ്പോൾ കൊത്തിപ്പറിക്കും. അയ്യോ, പിൻറ്റെയിൽ പ്ലാറ്റി ഒരു കൂട്ടമുണ്ട്. അയ്യോ, മിക്കവാറും ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ ബ്രീഡാകുന്നതിനെ എല്ലാം അകത്താക്കും ഷോട്ടയിലും. അയ്യോ, ഭയങ്കര സീനാണ്. ഇതാണ് പ്ലാന്റ് കുറേ ഇട്ട് കൊടുക്കണം. ഇനി ഹൈഡ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് കൊടുക്കണം. അയ്യോ, ഇതിപ്പോൾ സീനാണ്. അത് അടിയിൽ കൂടെ പോകും, നല്ല തിളക്കം. ഇത് പുതിയതായിട്ട് വാങ്ങിച്ചാണ്. ഇതിൻ്റെ പേരാണ് റെഡ് ലേസ് ഡബിൾ ടെയിൽ. രണ്ട് പേരുണ്ട്. ഒന്ന് റെഡ് ലേസ് ഡബിൾ ടെയിൽ എന്നും പറയും. പിന്നുള്ള പേരെന്ന് പറഞ്ഞാൽ റെഡ് ലേസ് സിസർ ടെയിൽ, അതായത് കത്രികയുടെ ഷേപ്പിൽ വാലിൻ്റെ അറ്റം ഇരിക്കും. അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഗപ്പിയാണ്. നമ്മളിവിടെ ചിലവരുടെയിലേ ഉള്ളൂ. ഇത് ഷോപ്പിലൊന്നും കണ്ടില്ല. ഒന്നും കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ ഷോപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടി ബൾക്കാക്കി ബ്രീഡ് ചെയ്യിപ്പിച്ച് ആക്കിയെടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഇത് പഴയ വെറൈറ്റി, കുറച്ച് നേരത്തെ ഇറങ്ങിയ വെറൈറ്റിയാണ്. പക്ഷേ നല്ല ബൾക്കാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി ഇമ്മ്യൂണിറ്റി ഉള്ള സാധനമാണ്. ഞാൻ കൂടുതലും വാങ്ങിച്ച ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതാണ്. അയ്യോ, ഇതിപ്പോൾ അതിൻ്റെ ഫീമെയിലാണ്. ഡബിൾ ടെയിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു റെഡ് ലൈസ് ഡബിൾ ടെയിലിൻ്റെ ഫീമെയിൽ. സാധാ ഒരു ഫീമെയിൽ ഗപ്പിയുടെ ലുക്കാണ് അതിന്. ഇത് ഞാൻ നേരത്തെ വാങ്ങിച്ച പ്ലാറ്റിനം ഗ്രീൻ ഗപ്പിയുടെ അതിൻ്റെ പുതിയ വെറൈറ്റി, അതായത് പ്ലാറ്റിനം ഗ്രീനും പർപ്പിളും കൂടെ മിക്സ് ആയിട്ടുള്ളത്. ഈ അടിപൊളി സാധനമാണ്. പുതിയതായിട്ട് വാങ്ങിച്ചാണ്. അതിൻ്റെ ഫീമെയിൽ ഇതാണ്. ഫീമെയിൽ വലിയ കാണാൻ രസമൊന്നുമില്ല, നല്ല അടിപൊളിയാണ്. ഇതൊക്കെ ബ്രീഡാകുമ്പോൾ മിക്കവാറും സോട്ടയിലകത്താക്കും. ഇതാണ് റെഡ് ഇയർ കോയി. ഇത് കോയി വെറൈറ്റി ഇപ്പോഴത്തെ ട്രെൻഡാണ്. ഞാൻ വളർത്തിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് വാങ്ങിച്ചാണ്. ഇതിപ്പോൾ ഫീമെയിലാണ് ഇട്ടത്. കംപ്ലീറ്റ് റെഡാവും. അതിൻ്റെ മെയിൽ കംപ്ലീറ്റ് റെഡാണ്. അയ്യോ, പമ്പം ക്വാളിറ്റി. അതിന് ഫ്രിഡ്ജ് ബോക്സിലാണ് ഇടുന്നത്. ഇതിൻ്റെ പേരാണ് ആൽബിനോ റെഡ് റോസ് ടെയിൽ. അയ്യോ, ലാർജ് കാറ്റഗറി വരുന്ന ആൽബിനോ വെറൈറ്റിയാണ്. പിന്നെ നമ്മുടെ ഫുൾ റെഡിൻ്റെനേക്കാളിലും ഒരു ലുക്ക് വരുന്നൊരു സാധനമാണ്. പക്ഷേ ഫുൾ റെഡ് വരത്തില്ല അതിൻ്റെ കളറ്. ടെയിലൊക്കെ ഭയങ്കര ഹെവി സൈസാണ് ഫുൾ റെഡിനേക്കാളും. പിന്നെ ഡോർസലാണ് മെയിൻ സാധനം. ഫ്ലവർ ഇങ്ങനെ അതിൻ്റെ ഒരു ഇതള് പോലെ ഇങ്ങനെ വിരിഞ്ഞ് വലിയ രീതിയിൽ വരും. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല, സൈസ് പകുതി വലിപ്പം ആയിട്ടുള്ളൂ. ഇനി ഒന്നുകൂടെ സൈസ് കൂടും. ഇപ്പോൾ തന്നെ ടെയിലിന് ഭയങ്കര ഹെവി സൈസാണ്. അതിങ്ങനെ നീന്തുന്നത് തന്നെ പാടുപെട്ടാണ്. ഇനിയും അത് സൈസാവും. നല്ല രസമാണ്. അക്വേറിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഭംഗി കാണാൻ പറ്റും. അതിൻ്റെ ഫീമെയിലിനെ വാങ്ങിച്ചു, പക്ഷേ ചെറുതായിരുന്നു വാങ്ങിച്ചത്. ചെറുതേ ഉള്ളായിരുന്നു. അതൊരു തുടക്കം ബ്രീഡാറായി വരുന്നൊരു കുഞ്ഞ് ഫീമെയിലാണ്. അതുകൊണ്ട് കറങ്ങിപ്പോകുന്നു. അയ്യോ, കൊടുക്കാൻ നാളെ ചാവുമോ. അയ്യോ, എത്താൻ കഴിഞ്ഞു. ഇതിൻ്റെ പേരാണ് പോളിഷ് പിങ്കു മോസ്കോ ഗപ്പി. അയ്യോ, വല്ലാത്തൊരു പേര്. എന്തുകൊണ്ട് അടിപൊളിയാണ്, വെറൈറ്റി സാധനമാണ്. ഇത് ഭയങ്കര ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സാധനമില്ലാത്ത സാധനമാണ്. എപ്പോൾ വേണേലും ചാവും. എന്തുകൊണ്ട് എത്ര ദിവസം നിൽക്കുമെന്ന് അറിയത്തില്ല. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫീമെയിലാണ്. അയ്യോ, നല്ല ഹെവി സൈസ് ഒരെണ്ണത്തിനാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നല്ല പോലെ കുഞ്ഞുങ്ങളെ തിന്നും, ഓടിച്ചിട്ട് തിന്നും. ബ്രീഡിംഗ് കേജ് ഇല്ലാതെ വളർത്താൻ പാടില്ലാത്ത സാധനമാണത്. ഇതാണ് ഏറ്റവും പുതിയ സാധനം, ഇപ്പോഴത്തെ ട്രെൻഡ്. എല്ലായിടത്തും നോക്കിയാലും കാണാം. ഇതിൻ്റെ പേരാണ് വൈറ്റ് കോയി ഗപ്പി. അയ്യോ,
കോയി, അതായത് ക്യാപ്പ് ഇറങ്ങും, ഫീമെയിലിനും മെയിലിനും ക്യാപ്പ് ഇറങ്ങും ഹെഡിൻ്റെ അവിടെ. പിന്നെ ഡോർസൽ നല്ലതായിട്ട് വരും, വൈറ്റ്. ഇതും കുഞ്ഞുങ്ങളെ തിന്നുന്നതാണ്. ഇതും ഒരു പുതിയതായിട്ട് ഇറങ്ങിയതാണ്. ഇതിൻ്റെ പേരാണ് ടോപ്പാസ് ബ്ലൂ ഗള്ളിയർ വിത്ത് റിബൺ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റിബൺ ഉണ്ടോയെന്ന് വെച്ചാൽ റിബൺ ഉണ്ട്. പിന്നെ ഗള്ളിയർ, അതായത് റൗണ്ട് അല്ല ഇയർ വരുന്നത്, ഇങ്ങനെ നീളത്തിൽ നീണ്ടു പോവുകയാണ്. ഗള്ളിയർ എന്നതിനാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഫീമെയിൽ. റിബണും കാര്യങ്ങളും ഉണ്ട്, നല്ലൊരു നീല ഷെയ്ഡും കാര്യങ്ങളും ഉണ്ട്. മെയിനായിട്ടും ഇന്ന് കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ കുറേ വീഡിയോ ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി ഈ കളർ ഒരു ഫ്ലാഗുമായിട്ട് നല്ല മാച്ചിങ് ആയിരുന്നു. ഏതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിന് മാച്ചിങ്ങിനായിട്ട് വേണ്ടി വാങ്ങിച്ചാണ് അതിനെ. പിന്നെ വാങ്ങിച്ചാണ് സിൽവറാഡോ ബ്ലൂ. ഇത് ഇച്ചിരി പഴയ വെറൈറ്റിയാണ്, പക്ഷേ ഇവിടെ കുറവാണ്. ഇത് തമിഴ്നാട്ടിൽ ഭയങ്കര ട്രെൻഡാണ്, എല്ലാവരുടെയിലും ഉണ്ട്. മലയാളികളിൽ ചിലവരുടെയിലേ ഉള്ളൂ. പിന്നെ ഷോപ്പിലൊന്നും അങ്ങനെ ആരുടെയിലും ഇല്ല. ഞാൻ മെയിനായിട്ട് ഷോപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചു, ഹോൾസെയിലായിട്ട് വിൽക്കാൻ വേണ്ടി ഷോപ്പിൽ കൊടുക്കാൻ. അതിൻ്റെ ഫീമെയിൽ ഇതാണ്, ചെറുതായിട്ട് ബ്രീഡാറായി വരുന്നുണ്ട്. എന്താണ് കൊള്ളാം സാധനം, ബ്രീഡായി കിട്ടിയാൽ മതി. ഇതാണ് മോസ്കോ ചോക്ലേറ്റ്. ഇത് ഇച്ചിരി നേരത്തെ ഇറങ്ങിയാണ്. ഇത് മോസ്കോ വയലറ്റ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അതിൻ്റെ ഫീമെയിൽ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ ചെറിയ സൈസാണ്. അത് ബ്രീഡാവുമെന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. ഇതാണ് ബ്ലൂ പാണ്ട. ഈ അടിപൊളി വെറൈറ്റി ഗപ്പിയാണ്, ഇഷ്ടം പോലെ ബ്രീഡാവും. നല്ല വെറൈറ്റിയാണ്. ഇത് ഇച്ചിരി പഴയ വെറൈറ്റിയാണ്, പക്ഷേ ഇപ്പോഴും ഭയങ്കര ഡിമാൻഡാണ്. തിരുവല്ലയിലൊന്നും ആറയിലും ഇല്ല. വെറൈറ്റി സാധനം. ഇത് ഷോർട്ട് ബോഡിയാണ് മെയിൽ, ഫീമെയിൽ വലുതാവും. എന്താണ് വെറൈറ്റി സാധനമാണ്. ഇതാണ് അതിൻ്റെ ഫീമെയിൽ, ബ്രീഡാറായിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒരു സമാധാനമുണ്ട്. ഇതോളം ഫുൾ ബ്ലാക്ക് ബിഗ് ഗിയറിനെ എല്ലാം ടാങ്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇതിനെ വന്നപ്പോൾ. ഇതോളം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ്